നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്താ നേരം വെളുത്തിട്ടും രണ്ടാളുടെ പേടി മാറിയില്ലേ? ഇല്ല മോനെ, സത്യം പറഞ്ഞ വാതില് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും പേടിയാ. നിങ്ങൾ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുമായിരുന്നു. അമ്മയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെ രാത്രിയില് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചേച്ചി. എനിക്ക് കാവലിരിക്കുമല്ലായിരുന്നോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ചു വന്ന നീയും തളർന്നു പോയോ? അന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഈ വീട്ടില് എന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന പിന്നെ പേടിക്കാൻ ഒന്നും ഇല്ലെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ കുഞ്ഞിനെ കൈവിട്ടു പോയി. തീർത്ഥാടനമൊന്നും പറഞ്ഞ് അച്ഛനും പോയി. എന്നിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും ചേച്ചി? തളർന്നു പോവില്ലേ? തളരരുത് മോളെ. നമ്മളെ തളർന്ന ജയിക്കുന്നത് നമ്മുടെ ശത്രുക്കളാ. നീ നിവർന്നു നിന്ന് പോരാടിയ കൈവിട്ടു പോയിന്ന് കരുതുന്ന ജീവിതം തിരിച്ചു പിടിക്കാനാവും. കുഞ്ഞിനെയും നമ്മൾ കണ്ടെത്തും. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോഴേക്കും ശങ്കരമ്മാവനും ഇങ്ങ് വരും. അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അമ്മാവൻ തിരിച്ചു വരാതിരുന്ന ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? അതല്ല മോനെ, കുറ്റബോധം കൊണ്ടാ ആ പാവ അലഞ്ഞു നടക്കുന്നെ. കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം ശങ്കരേട്ടന്റെ തീർത്ഥാടന യാത്രയാണെന്നും പറഞ്ഞ് കരഞ്ഞ ഒടുവില് ഫോൺ വിളിച്ചത്. പിന്നെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. അമ്മ വിഷമിക്കാതെ, ഞങ്ങളിങ്ങ് വന്നില്ലേ. ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അത് വേണം. ഇങ്ങനെ തീർന്ന് ജീവിക്കാൻ വയ്യ മോനെ. ഇന്നലെ രാത്രി അമ്മ വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇതേപ്പറ്റി സംസാരിച്ചു. തൽക്കാലം പൊന്നുമണിയെ നമുക്ക് ഹോസ്റ്റലിൽ നിർത്താം. അങ്ങനെയാവുമ്പോ ഇവൾക്ക് അവിടെ നിന്ന് പഠിക്കാനും പോവാം. ആരെയും പേടിക്കാതെ സുരക്ഷിതമായിട്ട് കഴിയുകയും ചെയ്യാം. കുറച്ചുനാൾ അങ്ങനെ പോട്ടെ. പിന്നെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടിറങ്ങി കഴിയുമ്പോ ഇങ്ങ് തിരിച്ചു വരാം. അപ്പോ അമ്മായി തനിച്ചാവില്ലേ ഇവിടെ? എന്റെ അമ്മയെ ഞാൻ അങ്ങനെ ഇവിടെ തനിച്ച് നിർത്തുവോ? ഇനി മുതല് ഞങ്ങൾ ഇവിടെ അങ്ങ് താമസിക്കാൻ പോവുക. സത്യമാണോ മോളെ? അല്ല, അപ്പൊ അവിടെ ജയശങ്കർ സാർ തനിച്ചാവില്ലേ? അതെങ്ങനെയാ അമ്മേ? ഡാഡിക്ക് കൂട്ടായിട്ട് അവിടെ അപ്പച്ചിയും സ്വാമിയും ഒക്കെ ഉണ്ടല്ലോ. കുറച്ചുനാൾ അങ്ങനെ കഴിയട്ടെ. അപ്പോഴേ മകളുടെ മരുമകന്റെ ഒക്കെ വില മനസ്സിലാവും. അല്ല, എന്നാലും മോളെ എന്നാലും ഇല്ല. എന്താ, ഞാൻ ഇവിടെ താമസിക്കുന്നതിലും അമ്മയ്ക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? മോളെ എതിർപ്പോ? അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആ, അമ്മയും മോളും ഇങ്ങനെ വർത്താനം കൊണ്ട് നിൽക്കാതെ പോയി ചോറിന് കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. നല്ല വിശപ്പുണ്ട്. നീ ഇരിക്കും മോനെ, ഒരു തോരനും കൂടി ഉണ്ടാക്കിയാ മതി. പെട്ടെന്ന് ചോറെടുക്കാം. എന്നാലേ ഞാൻ പോയി കുറച്ച് കപ്പ പറിച്ചോണ്ട് വരാം. 4 മണിക്ക് കപ്പ പുഴുക്കും കാന്താരി ചമ്മന്തി പോരെ? മതിയടി കാന്താരി. വാ മോളെ. അയ്യോ എടി, ഈ ഫാനിന്റെ സ്പീഡ് ഒന്ന് കൂട്ട്. ഒന്ന് കൂട്ടാൻ. അമ്മേ, ഫുൾ സ്പീഡിലാ. ഞാൻ വീശുന്നുണ്ടല്ലോ. അയ്യോ അതൊന്നും പോരടി. അയ്യോ എന്താ പാർവതി? അമ്മയ്ക്ക് കാറ്റ് പോരാന്ന്. ഫാൻ ഫുൾ സ്പീഡിലാ. എന്റെ അമ്മ, ഇത് സീലിംഗ് ഫാനാ, അല്ലാതെ ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ ഒന്നും അല്ല. ഒന്ന് പോടാ. ഇതിനേക്കാൾ കാറ്റ് കിട്ടണമെങ്കിലേ നമുക്ക് ഹൈ റേഞ്ചിൽ പോയാലോ? അവിടെ രാമക്കൽമേടെന്നൊരു സ്ഥലമുണ്ട്. മുട്ടിഞ്ഞ കാറ്റാ. മനോഹരേട്ടാ, എന്റെ 12 ലക്ഷടാ പോയത്. എവിടുന്നുണ്ടാക്കി ഞാനത്? എങ്ങനെ തിരിച്ചെടുക്കും? പോയെങ്കിലേ കണക്കായി പോയി. ഇവിടെ 10 പൈസ കയ്യില്ലാതെ ഞാൻ വട്ടക്കൊട്ടെ വെള്ളം കോരുന്ന സമയത്ത് അമ്മയുടെ ഈ ആധാരവേ അമ്മയുടെ ആമാടപ്പെട്ടിക്കകത്തിരിക്കുമായിരുന്നു. എനിക്കതൊന്ന് തന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് അമ്മയ്ക്കത് തോന്നിയില്ലല്ലോ. ഇനിയിപ്പോ അതേതെങ്കിലും പലിശക്കാരന്റെ അരിപ്പെട്ടിക്കകത്തിരിക്കട്ടെ. മനോഹര, നീ മുടിഞ്ഞു പോവടാ. ആഹാ,
അമ്മയുടെ അനുഗ്രഹത്തിന് നന്ദി. ഭീഷണി. അല്ലെങ്കിൽ തന്നെ ഞാൻ മുടിഞ്ഞ് മുണ്ടക്കയത്തിരിക്കുക. ദേ അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? ദേ, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ സത്യം പറയുന്ന അമ്മ മാത്രമേ പറയത്തുള്ളൂ. എൻ്റെ അമ്മേ, ഇക്കാര്യത്തിലെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സത്യം പറ. ഉം. അമ്മ ഈ ആധാരം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എടുത്തു കൊടുത്തോ? എടാ, ആധാരം കൊടുത്തെന്നോ? ആർക്ക്? ഞാനോ? എന്തിന്? നീ എന്താ മനോഹര, എന്നെ കളിയാക്കാണോ? എൻ്റെ അമ്മ ഞാൻ കളിയാക്കുവൊന്നുമല്ല. ആരെങ്കിലും അമ്മേ പറ്റിച്ചിട്ട് പോയോന്നറിയാനാ. എടാ, ഇത്രയും ബുദ്ധിമതിയായ ഈ വിലാസിനെ ആരെങ്കിലും പറ്റിക്കാനോ? ആഹാ, ബുദ്ധി. ഇമ്മണി പുളിക്കും. ദാ, ആ, ഇനി ഞാനറിയാതെ നീ എങ്ങാനും എടുത്തോണ്ട് പോയായിരുന്നോ? അല്ല, ഇടയ്ക്ക് നീ ചോദിച്ചായിരുന്നല്ലോ. ദേ, അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. പച്ചയ്ക്ക് നല്ല മറുപടി പറയാൻ എനിക്കറിയാം. ഞാനെടുത്തെന്നു. വെറുതെ അല്ല ഉള്ളതും കൂടെ ഇല്ലാതെ പോകുന്നത്. അതെങ്ങനെയാ? ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിയോയില് പാട്ടയാ, കരിയോയില്. സിദ്ധു ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടു. അതാ ഒരു പ്രതീക്ഷ. അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. വാഴക്കൂമ്പ് തോരൻ കൊള്ളായിരുന്നു അല്ലേ? എനിക്കും ഇഷ്ടം. പണ്ടെപ്പോഴോ അമ്മ ഉണ്ടാക്കി തന്ന ഓർമ്മയുണ്ട്. എന്താണ് അമ്മായിയമ്മയും മരുമോളും തമ്മിലൊരു രഹസ്യം? അതെ, നിങ്ങളെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചനയാ. മോനെ, ശ്രുതിമോളെ പോയി കണ്ട് അതിനെ കൂട്ടി ഇങ്ങ് വന്നാ മതി. പാവം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. കൊണ്ടുവരണം അമ്മേ, പക്ഷേ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട്. ഇതിപ്പോ അവളുടെ പിറന്നാള് പ്രമാണിച്ച് പോയതല്ലേ. കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ അമ്മയുടെ അച്ഛന്റെയും കൂടെ നിന്ന് വളരണം, എന്നാലേ ശരിയാവൂ. നിങ്ങൾ വന്നപ്പോഴാ ഇവളൊന്ന് ചിരിച്ചു കണ്ടത്. പകൽവെട്ടം പോലും പേടിയായ അവസ്ഥയായിരുന്നു ഇവൾക്ക്. കുഞ്ഞിനെ ഓർക്കുമ്പോ എനിക്ക് എങ്ങനെയാ ചിരിക്കാൻ പറ്റുന്നേ? എന്റെ ഓട്ടത്തിലെല്ലാം ഞാൻ ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിച്ചതാ. എന്നിട്ടും കുഞ്ഞ് തിരികെ വരും. ഈ ശങ്കരമാവൻ ഇങ്ങനെ മാറി നിൽക്കരുതായിരുന്നു. അത് ദൈവത്തിനോടുള്ള വാശിയാ. പണ്ടേ ശങ്കരേട്ടൻ ഇങ്ങനെയാ.